ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശ്വാസങ്ങളും മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചർച്ചയ്ക്ക് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷാണ്. മാനസികാരോഗ്യത്തെ സംബന്ധിക്കുന്ന പ്രേക്ഷകരുടെ എല്ലാ പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹാരം നിർദ്ദേശിക്കുവാനും കൗൺസിലിംഗ് നൽകുവാനുമാണ് അദ്ദേഹം നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹവുമായി സംസാരിക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഡോക്ടർ, വിശ്വാസങ്ങളും മാനസികാരോഗ്യവും നമ്മൾ ശരിക്കും വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുഡ് വേ ഓർ ഇൻ എ ബാഡ് വേ എങ്ങനെയാണത് മാനസികാരോഗ്യത്തെ എഫക്ട് ചെയ്യുന്നത്? പലപ്പോഴും ഒരർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ബിലീഫ്സാണ്, വിശ്വാസങ്ങളാണ്. പക്ഷേ ഇതേ വിശ്വാസങ്ങൾ എന്നെ ഒരുപക്ഷെ അൺഹെൽത്തി ആണെങ്കിൽ, അനാരോഗ്യകരമായ വിശ്വാസങ്ങളാണ് എങ്കിൽ പലപ്പോഴും അത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലാവും. വ്യക്തിബന്ധങ്ങൾ തകരുന്ന അവസ്ഥയിലും അതിൽ നിലനിൽക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സംശയം ഒരു പ്രശ്നമാവും. വിശ്വാസത്തിൻ്റെ കുഴപ്പമാണ്, പക്ഷെ അതുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ചില്ലറയല്ല. പിന്നെ ചില മാനസിക രോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില വിശ്വാസങ്ങൾ, ഫോർ എക്സാമ്പിൾ ചിലർക്ക് ചില ഗ്രാൻഡിയോസ് ഡെലൂഷൻ എന്ന് വിളിക്കും. ഞാനൊരു വലിയ മഹാനായ മനുഷ്യനാണ്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള വിശ്വാസങ്ങളായിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു പ്രശ്നങ്ങൾ. പക്ഷേ ഈ വിശ്വാസവും മനഃശാസ്ത്രവും എന്നുള്ള മാനസികാരോഗ്യം എന്നുള്ള ടോപ്പിക്ക് സംസാരിക്കാമെന്ന സ്വാതി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു ക്ലയൻറ്റിൻ്റെ കഥയാണ്. അതായത് അതങ്ങ് തുടങ്ങാല്ലേ? റൈറ്റ്. അപ്പോൾ അതായത് ആ ലേഡി ഷി മസ്റ്റ് ബി അറൗണ്ട് 35, ഒരു ഡിഗ്രിയൊക്കെ വിദ്യാഭ്യാസമുള്ള വിദ്യാസമ്പന്നയായ മലയാളി, പക്ഷേ മറ്റൊരു സംസ്ഥാനത്ത് ജീവിക്കുന്നു. ഒരു മകളുണ്ട്, 11 വയസ്സ്. ഹസ്ബൻഡ് IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻജിനീയറാണ്. അത് ഇവരിപ്പോൾ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലേഡിക്ക് വല്ലാത്ത വിഷാദം, വല്ലാത്തൊരു ഡിപ്രഷൻ, കുറ്റബോധം. അപ്പോൾ ഈ ലേഡിയുടെ എന്നെ കൊച്ചു മകൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ പ്രശ്നമുണ്ടല്ലോ, പഴയ അമ്മയല്ല ഇപ്പോൾ ഉള്ള അമ്മ. അപ്പോൾ എന്നൊക്കെ ഈ കുട്ടി പറയുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സ്വന്തം നാടായ കേരളത്തിലേക്ക് തൽക്കാലം വന്നു. ഹസ്ബൻഡ് മറ്റൊരു സംസ്ഥാനത്താണ്. അപ്പോൾ ഈ വന്ന ലേഡിയുടെ 35 ഇയേഴ്സ് എന്ന് പറഞ്ഞ ലേഡിയുടെ അച്ഛനാണ് ഇവരെ എന്നടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇവർക്ക് ഇത്രയും വലിയ ദുഃഖവും പ്രയാസവും അല്ലെങ്കിൽ ഒരു കുറ്റബോധവും വിഷാദമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ചെറിയ കാര്യമുണ്ടായി. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കുറച്ച് ദിവസം നല്ല താളത്തിലാണ് ജീവിച്ചത്. സാധാരണ പലയിടത്തും സംഭവിക്കുന്ന പോലെ ഇവിടെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ താളപ്പിഴയുണ്ടായി. അപ്പോൾ ഹസ്ബൻഡ് ഇവരോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അതെനിക്ക് ഹസ്ബൻഡിൻ്റെ വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ വരാൻ തുടങ്ങി. കൊളീഗ്സൊക്കെയാണ്, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മറ്റ് കൊളീഗ്സൊക്കെയാണ്. അപ്പോൾ അവർ ഇങ്ങനെ പലതും അയക്കാൻ തുടങ്ങി, ലവ് മെസ്സേജുകൾ, അങ്ങനെയുള്ള ചില ഇമേജസ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് വല്ലാത്ത ഭയം തോന്നി. അപ്പം ഈ ഹസ്ബൻഡും കൂടുതൽ സമയവും ഈ വാട്സപ്പിലൊക്കെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. ഇവർ അടുത്തേക്ക് അധികം വരുന്നില്ല. മാനസികമായിട്ടും വലിയ സംസാരമില്ല, അടുപ്പമില്ല, ഫിസിക്കലായിട്ടുള്ള അടുപ്പം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ ഇവർക്ക് വല്ലാത്ത ഡൗട്ടായി, ഹസ്ബൻഡ് ആം ഐ ലൂസിങ് മൈ ഹസ്ബൻഡ്. അങ്ങനെയൊരു സംശയം തോന്നിയ ശേഷം ഇവർ കരുതി എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഹസ്ബൻഡ് ഇവരും കൂടി നേരെ തമിഴ്നാട്ടിലൊരു ജില്ലയിൽ നാഡീ ജ്യോത്സ്യം എന്ന് പറയുമ്പോൾ അത് പിന്നെ സ്വാതിക്ക് അറിയാമോ എന്നറിയില്ല. നാടി പിടിച്ചുള്ള ജ്യോത്സ്യം അങ്ങനെയല്ല. നാഡീ ജ്യോത്സ്യം എന്ന് പറയുന്നത് തഞ്ചാവൂർ ജില്ലയിലെ പൊതുവായിട്ട് ഉള്ള വലിയൊരു പ്രാക്ടീസാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ആ നാഡീ ജ്യോത്സ്യ പ്രകാരം എന്ന് പറഞ്ഞാൽ അവരുടെ നാളും ബാക്കി പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ ഇവരുടെ കുറേ താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഒരു താളിയോല എടുക്കുകയും അതിനുള്ളിൽ ഈ വ്യക്തിയുടെ ജീവിതം മുൻകാലത്ത് ഇവർ എന്തായിരുന്നു, എന്ന് ജീവിച്ചു, ഇനി എന്താകും, അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാരണങ്ങളും പറയും. അതിനുള്ള വിദഗ്ധർ അവിടെ ഉണ്ടാവും. ഇതാണ് നാഡീ ജ്യോത്സ്യം. തമ്മിൻ്റെ ഇങ്ങനെ പല പണികളുണ്ട്, അത് പല പരിപാടികളുണ്ട്. ബേസിക്കലി ആ ഏടിനുള്ളിൽ ഏടെടുക്കെന്ന് പറയും, ഏട് പറഞ്ഞാൽ പഴയ ഡീഡ്. അപ്പോൾ ഏടിനുള്ളിൽ ഇവരെ കുറിച്ചുള്ള പൂർണ്ണമായ ജന്മജന്മാന്തരങ്ങൾക്ക് അപ്പുറമുള്ള മുഴുവൻ അനുഭവങ്ങളും ഭാവിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് സങ്കല്പം. എന്തായാലും ഈ ഭാര്യ ഭർത്താവും കൂടി ഇത് എടുക്കാൻ പോയി. എടുത്തു നോക്കിയപ്പോൾ ഇവരോട് സ്വകാര്യമായിട്ട് ഈ ജോത്സ്യൻ പറഞ്ഞു, നിനക്കിപ്പം വല്ലാത്തൊരവസ്ഥയാണ്. കാരണം നിനക്ക് വേണ്ടപ്പെട്ട പല ബന്ധുക്കളും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം, മരിച്ചു പോയേക്കാം. ഭർത്താവിന് മറ്റ് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവാം, നിന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടാം.
അങ്ങനെ ഉണ്ടാകാൻ പോകുന്നതിന് വേണ്ടി വളരെ തകൃതിയായിട്ട് പ്രവർത്തിക്കുന്ന ചില പുരുഷന്മാരും ഒരു സ്ത്രീകളുടെ ഒരു വൻ സംഘം തന്നെയുണ്ട്. അതെല്ലാം കൂടി നിന്നിൽ നിന്നും നിൻ്റെ ഹസ്ബൻഡിനെ തട്ടിയെടുത്ത് മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി വളർന്നു വരുന്നു, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് ഈ സ്ത്രീ എന്നെ പറയുന്നു. അതിനുള്ളിൽ ഭർത്താവിനെ ഒരു സംഘം സ്ത്രീകളും പുരുഷന്മാരും കൂടി ചേർന്ന് തട്ടി മാറ്റാൻ പോകുന്നു എന്നുള്ള ഒരു സംസാരം നാഡീ ജ്യോത്സ്യം നടത്തുന്ന ആൾക്കാർ നടത്തുകയും ഭർത്താവ് സ്വന്തം ജീവിതത്തിൽ ഇവരോട് കാണിച്ചിരുന്ന സ്നേഹവും അടുപ്പവും കുറയുകയും ചെയ്യുന്ന ആ ഇമോഷണൽ ഡിസ്ട്രസ് നിൽക്കുകയും ചെയ്തപ്പോൾ ഈ ലേഡി ഇതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റും. അപ്പോൾ ഇവർ പറഞ്ഞു എന്ന് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പൊയ്ക്കോ, ഫോൺ നമ്പർ തരാം, നിങ്ങൾ ആലോചിച്ചിട്ട് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. അങ്ങനെ ഒരു പോസ് ഇട്ട് വിട്ടു. അപ്പോൾ ഇവർ എന്തായാലും തിരിച്ചു വന്നു. എന്നിട്ട് ഇവർ ഈ വിവരം ആരോടും പറഞ്ഞില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവർക്ക് മനസ്സിൽ ഈ ടെൻഷൻ കൂടിക്കൂടി വരുന്നതിൻ്റെ ഫലമായിട്ട് ഇവരൊരു ഹിപ്നോ തെറാപ്പിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ലേഡി, അതും ഈ അന്യ സംസ്ഥാനത്തുള്ള ആ സിറ്റിയിലുള്ള ലേഡിയാണ്. അവർക്ക് ഷീ മസ്റ്റ് ബി അറൗണ്ട് 70+ എന്ന് ഇവർ പറയും. അവരെ പോയി കാണാൻ പോയി ഈ ലേഡി, കുറച്ച് ശാസ്ത്രീയമാവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ ഹിപ്നോ തെറാപ്പിസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഇവരുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞൊരു ഫ്രാഡാണ്, ജെന്യൂൻ ഹിപ്നോ തെറാപ്പിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അവർ പറഞ്ഞു വന്ന് നിൻ്റെ കഴിവില്ലായ്മയാണ് ഭർത്താവ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ കാരണം. അപ്പോൾ നീ ഇങ്ങനെ ഭർത്താവ് വരുന്ന അവസരത്തിൽ ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുന്നില്ല. ഒരു പുരുഷൻ്റെ ആകർഷണത്വം സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളോ കഴിവോ മികവോ നിനക്കില്ല. അതുകൊണ്ട് അയാൾ തീർച്ചയായിട്ടും മറ്റു സ്ത്രീകളുടെ പോകും എന്ന് ഹിപ്നോ തെറാപ്പിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ പ്രായമേറിയ സീനിയർ ലേഡി ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ ഞാൻ നാഡീ ജ്യോത്സ്യം നോക്കാൻ പോയപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അപ്പോൾ എന്ത് വേണം? അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും തീർച്ചയായിട്ടും നീ ആ നാഡീ ജ്യോത്സ്യത്തിന് പോയിൽ തന്നെ നീ പോകണം, അല്ലെങ്കിൽ നിനക്ക് ഭർത്താവ് നഷ്ടപ്പെടും, കാരണം നിനക്കാനുള്ള ബുദ്ധിയില്ല. അപ്പോൾ നാഡീ ജ്യോത്സ്യക്കാർ പറയുന്ന പോലത്തെ പ്രതിവിധികൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ നിലയ്ക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി വിശ്വാസം ഉണ്ടായി. എക്സാക്ട്ലി. മാത്രം പ്ലീസ്. കൊല്ലത്ത് നിന്ന് അഞ്ജലിയാണ് വിളിക്കുന്നത്. ഹലോ, ഞാൻ കൊല്ലത്ത് നിന്ന് അഞ്ജലിയാണ് വിളിക്കുന്നത്. അഞ്ജലി ഡോക്ടറോട് സംസാരിക്കും. ഹലോ അഞ്ജന, പറയൂ. എനിക്ക് 18 ഇയേഴ്സേ ഉള്ളൂ. 18 ഇയേഴ്സ് ഓൾഡ് ആണ്. 18. ഓക്കെ. ഞാൻ വേറെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റില്ല. പറയൂ അഞ്ജന. ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്നാ പറഞ്ഞത്. ഞാനിപ്പോ എൻട്രൻസ് എക്സാംസ് ഫേസ് ചെയ്യാൻ പോവാ. എൻട്രൻസിൽ? ഓക്കെ. അപ്പൊ ഡോക്ടർ എനിക്കാണെങ്കിൽ പല നെഗറ്റീവ് തോട്ട്സ് ആണ് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോട്ട്സ് ആണ്? നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. എനിക്കിത് മാറുമോ ഇല്ലയോ എന്നൊരു എപ്പോഴും എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു പേടി. പിന്നെ അല്ലാതെ പാരൻസിനോടൊരു സംശയരോഗം, അങ്ങനെ. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തെറിയാനൊക്കെയുള്ള തോന്നല്, എന്നെ എറിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പാരന്റ്സിന് സംശയരോഗമുണ്ടോ? പാരന്റ്സിനോട് എനിക്ക് സംശയരോഗം പോലെ. എന്താ പാരന്റ്സിനോട് സംശയം തോന്നുന്നത്? എനിക്ക് അവര് എന്നെ ഫോളോ ചെയ്യുകയാണെന്നുള്ളൊരു ഫീലിംഗ്. അവരെന്നെ ഫോളോ ചെയ്യുന്നു തോന്നുന്നു. എപ്പോഴും ഭയങ്കര പൊസസീവായിട്ട് എന്നെ എപ്പോഴും. അല്ല, എനിക്കൊരു സംശയം, അഞ്ജലി അവരെന്തിനാ ഫോളോ ചെയ്യേണ്ട ആവശ്യം? അവരെന്നെ ഇങ്ങനെ എനിക്കറിയാലോ ഡോക്ടർ, അങ്ങനെ. അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കുമല്ലോ. പോട്ടെ അഞ്ജലി, അത് പോട്ടെ. അപ്പൊ ഈ പറഞ്ഞ മാനസിക പ്രശ്നം തുടങ്ങി എത്ര കാലമായി? എനിക്ക് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് 3 ഇയേഴ്സ് ആയി. 3 ഇയേഴ്സ്. ഇപ്പൊ ഒരു 15 വയസ്സിലൊക്കെ തുടങ്ങി ഈ പ്രയാസങ്ങൾ. ഓക്കെ. വേറെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ മാനസിക അസ്വസ്ഥത വല്ലതും ഉണ്ടോ? അച്ഛനും അമ്മയ്ക്കും? ആർക്കും ഇല്ല. അഞ്ജലിക്ക് എങ്ങനെ പെട്ടെന്ന് തുടങ്ങിയതാണോ? അത് എന്തെങ്കിലും 8th തൊട്ടേ എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാറുണ്ടായിരുന്നു. 8th സ്റ്റാൻഡേർഡ് തൊട്ടേ എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്തിനായിരുന്നു അന്ന് 8th സ്റ്റാൻഡേർഡ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയത്? അമ്മയ്ക്ക് എന്റെ ബിഹേവിയറിൽ ഒരു ചേഞ്ചസ് നോട്ട് ചെയ്തിട്ടാ. എന്ത് ബിഹേവിയറിലെ ചേഞ്ച്? അഞ്ജലിക്ക് ഓർമ്മയുണ്ടോ അഞ്ജലിയെ കുറിച്ച്? ഞാൻ നല്ല ഹൈലി ബ്രൈറ്റും നല്ല സ്കോർ ചെയ്ത ICSEക്ക് 93% 10th വാങ്ങിയ കുട്ടിയാ. +1 +2 ആയപ്പോഴത്തേക്ക് ഫെയിലായി അങ്ങനെ ഭയങ്കര ഡൗൺ ആയി. ഇപ്പം റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ച് എഴുതാൻ തീരുമാനിച്ചതാണ് ഡോക്ടർ. ഓക്കെ. അല്ല, അന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? കൗൺസിലിങ്ങിന് കൊണ്ടുപോയ ശേഷം എന്നെയാണെങ്കിൽ
എന്നെ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. പിന്നെ അതിനുശേഷം അവിടുത്തെ തന്നെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലായി. പിന്നെ അതിനുശേഷം വേറെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലായി. ഇപ്പൊ അവര് കുറെ മെഡിസിൻസ് തരുന്നുണ്ട്, അത് കഴിച്ചോണ്ടിരിക്കുക ഡോക്ടർ. എനിക്ക് ഒരു ടെൻഷൻ, എനിക്ക് ഇനി മാറുമോ ഇല്ലയോ, ഇനിയിപ്പോ കഴിച്ചോണ്ടേ ഇരിക്കണോ? ഇല്ല അഞ്ജലി, ഒരു പ്രധാന കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു പ്രശ്നം ആദ്യമേ ഉണ്ടായിരുന്നില്ല, പിന്നെ വന്നതാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം വന്നത് മാറിയേ പറ്റൂ എന്നുള്ളതൊരു കോമൺ ലോജിക്കലായിട്ടുള്ള വിഷയമാണ്. അത് ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങൾ നോക്കിയാലും അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അഞ്ജലിക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിപ്പോൾ ബൈപ്പോളാർ ഡിസോർഡർ എന്ന ഒരു രോഗനിർണയമാണ് കാണുന്ന ഡോക്ടർമാർ നടത്തിയിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം. എന്തായാലും എനിക്ക് തോന്നുന്നത്, ഒന്ന് നമ്മുടെ ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കഴിയുന്നതും കൂടുതൽ കുറയ്ക്കുകയും മാനസികമായിട്ട് സപ്പോർട്ട് കിട്ടുന്ന സാഹചര്യങ്ങളൊന്ന് കൂട്ടുകയും ഒപ്പം വേണ്ട ചികിത്സ എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മരുന്ന് കൊണ്ടുള്ള ചികിത്സ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മനഃശാസ്ത്ര ചികിത്സയും. ഉദാഹരണം അഞ്ജലിനെ പറഞ്ഞു നെഗറ്റീവ് തോട്ട്സ് ഒത്തിരി വരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഒത്തിരി വരുന്നുവെങ്കിൽ ഈ നെഗറ്റീവ് തോട്ട്സുകളെ നിയന്ത്രിക്കുവാനും അതിനെ നോർമലാക്കുവാനും വേണ്ടി തീർച്ചയായിട്ടും മനഃശാസ്ത്ര ചികിത്സ വളരെ സഹായകരമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഹെൽപ്ഫുൾ. കണ്ട കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇതൊക്കെ അഞ്ജലി ഭംഗിയായിട്ട് പഠിച്ചിരിക്കുന്നുണ്ട്. ഇതാരാ പറഞ്ഞത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന്? ഡോക്ടർ തന്നെ പറഞ്ഞു, എക്സാം കഴിയുമ്പോൾ അത് ചെയ്യേണ്ടി വരുമെന്ന്. അതാണ്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് വളരെ ഫലപ്രദമാണ്. പക്ഷെ അത് ചെയ്യുന്നത് കുറച്ച് കൂടുതൽ വളരെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയിട്ടോ കുറച്ച് അതിൻ്റെ സീരിയസ്നെസ് കൂടിയിട്ടോ തീവ്രത കൂടിയിട്ടോ അല്ല ചെയ്യേണ്ടത്. കഴിയുന്നതും ഇഫ് യു സ്റ്റാർട്ട് ഏർലി ബെറ്റർ റിസൾട്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിള്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോഗ്നിറ്റീവ് തെറാപ്പി ഇഫക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ഈ അഞ്ജലിയുടെ ചിന്തകൾ, ഇപ്പം പറഞ്ഞു വീട്ടുകാരെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നു, കാരണം അവർ എന്നെ ഫോളോ ചെയ്യുന്നു വരുന്നു. ഈ തോട്ട്സുകൾ മാറ്റാനും കോഗ്നിറ്റീവ് തെറാപ്പി ഇഫക്റ്റീവാണ്. നമ്മൾ ചില കാര്യങ്ങളെ ഇപ്പം ഐഡിയാസ് എന്നും ചില വളരെ തീവ്രമായ ചിന്തകളെ ഡെലൂഷൻസ് എന്നൊക്കെ വിളിക്കുക. അപ്പം അത്രയും വിശ്വാസങ്ങളെ ചില കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ തീർച്ചയായിട്ടും ഇത്തരം കോഗ്നിറ്റീവ് തെറാപ്പികൾ വളരെ ഫലപ്രദമാണ്. അത്തരം മാർഗങ്ങൾ അവലംബിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അഞ്ജലിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടൊരു വിശ്വാസം വേണം, ഐ ക്യാൻ ചേഞ്ച് എന്നുള്ളത്. ഐ വിൽ ചേഞ്ച് ആൻഡ് ഐ ക്യാൻ ചേഞ്ച്. മെഡിസിൻസ് അതിൻ്റെ ആവശ്യമുണ്ട് ഡോക്ടർ? എന്നാൽ ഇപ്പോൾ അഞ്ജലി സംസാരിക്കുന്നത് യു ടോക്ക് വെരി നൈസ് ആൻഡ് പ്ലസൻറ്റ് ടു ദൻ ജസ്റ്റ് ലൈക്ക് ഒരു എന്നെക്കാളും ഭംഗിയായിട്ട് അഞ്ജലി സംസാരിക്കുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ട്. പക്ഷേ അഞ്ജലിയുടെ അസ്വസ്ഥതകളും അഞ്ജലിയുടെ പ്രശ്നങ്ങളും എന്താണ് എന്തല്ല എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ മെഡിസിൻ വേണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അപ്പോൾ എന്തായാലും യു ആർ ഇൻ്റലിജൻറ്റ്, യു വൺസ് വളരെ മിടുക്കിയായിട്ടുള്ള, യു ഗോട്ട് വെരി ഗുഡ് മാർക്സ് ആൻഡ് ആൾ. അതിനുശേഷമാണ് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയത്. ബട്ട് സ്റ്റിൽ യു ആർ ഇൻ ദ റിക്കവറി പ്രോസസ്സ്. അപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് ശാസ്ത്രീയമായ ഒരു സമഗ്രമായിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ വേണ്ട അളവിൽ വേണ്ട ചികിത്സ എടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ് ഷുഡ് ഹാപ്പൻ. അത് ഉണ്ടാവും കേട്ടോ. അപ്പം അതിനുവേണ്ടി ശ്രമിക്കുക, ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇവിടെയും ഒരു പോസിറ്റീവ് ബിലീഫ്സ് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഷുവർ. നാഡീജേഴ്സിനടുത്ത് തന്നെ തിരിച്ചു പോകാൻ ഉള്ളൊരു അപ്പോൾ ഈ ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ ലേഡി, ഞാൻ കേട്ടപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ എന്തായാലും അവർ സെൽഫ് സ്റ്റൈലാണ്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ഒരു മണ്ടത്തരം കാണിക്കുന്നു, നിനക്ക് നിൻ്റെ ഭർത്താവിനെ ആകർഷിച്ച് തന്നിലേക്ക് നിർത്തേണ്ട മികവും സാമർഥ്യമില്ല സ്ഥിതി ആയതുകൊണ്ടും നാഡീജോത്സ്യത്തിൽ അർത്ഥമുണ്ട് എന്ന് ഈ ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് അവകാശപ്പെട്ട ലേഡി പറയുന്നത് കൊണ്ടും യു മസ്റ്റ് ഗോ ഫോർ ദ സൊല്യൂഷൻസ്, അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി പോകണം. അപ്പോൾ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇയാൾ നമ്പർ കൊടുത്തിരുന്നല്ലോ, ആ നമ്പറിലേക്ക് ഇവർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ വിളിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഈ വിളിക്കുന്ന കാര്യവും പരിഹാരം ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ തന്നെ ഈ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീ ഭർത്താവിനോടോ ഫ്രണ്ട്സിനോടോ ആരോടും തന്നെ പറയാതായി. ഈ ഒരു വിഷയത്തിലേക്ക് വന്ന ശേഷം ഇവരുടെ ഫേസ്ബുക്ക് കംപ്ലീറ്റ് ഇവർ മാറ്റി. കാരണം പഴയ ഫ്രണ്ട്സും സോഷ്യൽ കോണ്ടാക്ട്സും ഒക്കെ തന്നെ കട്ട് ചെയ്തു, ബ്ലോക്ക് ചെയ്തു ഒക്കെ മാറ്റി. വാട്സപ്പ് കംപ്ലീറ്റ് കളഞ്ഞു. എന്നിട്ട് ഇവർ ഈ പ്രശ്നവും പരിഹാരത്തിന് വേണ്ടിയുള്ള നാഡീജോത്സ്യവും ഇവരുടെ ലോകവും എന്നുള്ളൊരു പ്രത്യേകമായിട്ടൊരു ബർമുഡ ട്രയാങ്കിളിനകത്ത് ഇവർ സ്വയം ചാടി. എന്നിട്ട് നാഡീജോത്സ്യത്തിനെ ഇവർ വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ നാഡീജോത്സ്യക്കാർ ഒരു വലിയ ലിസ്റ്റ് കൊടുക്കാൻ തുടങ്ങി.
ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, ഈ പ്രശ്നം, ആ പ്രശ്നം, ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഓരോ തരം പരിഹാര ക്രിയകളും എക്സാക്ട്ലി ആ പരിഹാര ക്രിയകൾ വേണം, പൂജകൾ വേണം, പലരെയും പ്രസാദിപ്പിക്കണം, പലരെയും ബ്ലോക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ വരും. അപ്പോൾ ആദ്യം അവർ 10,000 റുപ്പീസ് വേണമെന്ന് പറയും. ഇവർ 10,000 റുപ്പീ പിന്നെ മറ്റുള്ള നെറ്റ് ബാങ്കിങ്ങിലൂടെ മണി കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഇവർ പറയാൻ തുടങ്ങി പിന്നെ 50,000 വേണം. അപ്പോൾ ആദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങി, 50,000 റുപ്പീസ് വേണ്ടി വരുമോ? ഒരു തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ 50,000 വേണമെങ്കിൽ 50,000 വേണ്ടി വരും. ഇല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടും, നിൻ്റെ ബന്ധുക്കൾ അപകട മരണങ്ങൾപ്പെട്ട് മരിക്കും, നീ ജീവിതമേ നീ പോകും, നീ ഒറ്റയാളായി മാറും, വേണമെങ്കിൽ മതി, നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ ഇവർക്ക് വീണ്ടും ടെൻഷനായി. ഒരു 50,000 അയക്കാൻ തുടങ്ങി. പിന്നെ അവർ പറഞ്ഞു 1 lakh വേണം. ഇവർ 1 lakh അയക്കാൻ തുടങ്ങി. 2 lakhs വേണം. അങ്ങനെ ഇവർ ആഭരണങ്ങൾ മുഴുവൻ വിറ്റും പണയപ്പെടുത്തിയും കഴിഞ്ഞ ശേഷം കാശ് അയക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? യു ആർ എ വെരി ഇൻ്റലിജൻറ്റ് ലേഡി. നിങ്ങളുടെ ഡിഗ്രി പാസ്സായിട്ടുള്ള കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഏറ്റവും നല്ല കോളേജിൽ പഠിച്ച് റാങ്കൊക്കെ കൂടി പാസ്സായ ലേഡിയാണ്. പിന്നെ നിങ്ങൾക്കറിയില്ല. പറഞ്ഞു, സാർ എന്താണ് അവനോട് ഈ സമയങ്ങളിൽ എനിക്കൊരു യുക്തി ചിന്തയുണ്ടായിട്ടില്ല. ഐ നെവർ ഹാഡ് എ സെക്കൻഡ് തോട്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് പറയുന്നില്ല, ഫ്രണ്ട്സിനോട് പറയുന്നില്ല, റിലേറ്റീവ്സിനോട് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്ന ശേഷം ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കൾ വിദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അവരോട് കടം ചോദിക്കാൻ തുടങ്ങി, വിത്തൗട്ട് ദിസ് ബീങ് ഇൻഫോം ടു ദ ഹസ്ബൻഡ്. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഇവരെയൊക്കെ അറിയിക്കാതെ തന്നെ ഇങ്ങനെ കാശുകൾ അയക്കാൻ തുടങ്ങി. കാശ് അയച്ചു വെച്ചു എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 lakhs rupees, 18 ലക്ഷം രൂപ നാഡി ജ്യോത്സ്യക്കാർക്ക് വേണ്ടി ഈ ലേഡി, അതെ, പരിഹാരത്തിന് വേണ്ടി 18 ലക്ഷം രൂപ അയച്ചു. അപ്പോൾ ഈ 18 ലക്ഷം രൂപ അയച്ച് ഇത്രയും കണ്ടീഷൻ ആകുമ്പോഴാണ് ഈ ലേഡിയുടെ ഒരടുത്ത ഒരു സുഹൃത്ത് ഇവരുടെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തും കൂടെ ആയിരുന്നു. അയാളോട് ഇവർ അവസാനം ഏതോ ഒരു ചെറിയ വീണ്ടും കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ കാശ് വേണ്ടി എവിടെ നിന്നുണ്ടാക്കാമെന്ന ഒരു സോഴ്സ് കണ്ടെത്താൻ വേണ്ടി പറയുന്നു. അങ്ങനെ ആ ഫ്രണ്ട് ഇവരുടെയും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. ഹസ്ബൻഡിനോട് കാര്യം വെളിപ്പെടുത്തുന്നു. ഹസ്ബൻഡ് അന്വേഷിക്കുമ്പോഴാണ് 18 lakhs rupees ഈസ് ലോസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇവർക്കൊരു വല്ലാത്തൊരു ഒരു വേറൊരു അവസ്ഥയിലേക്ക്, വല്ലാത്ത വിഷാദം, കുറ്റബോധം, ഒറ്റപ്പെടൽ, ഈ പ്രശ്നം ഉണ്ടാകുന്നു. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം വീണ്ടും കൂടുതൽ വഷളാകുന്നു. കൊച്ചുമകൾ 11 വയസ്സായ മകൾ ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്ത് പറ്റി? പഴയ അമ്മ അല്ലല്ലോ ഇങ്ങനെ പെരുമാറുന്നു ചോദിക്കുന്നു. എല്ലാവരും നിന്ന് ഒഴിഞ്ഞു മാറി ഈ ഒരു ചിന്തയിൽ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചു, ഈ കാര്യങ്ങളൊക്കെ ഇത്രയും കൂടുതൽ യുക്തിയുള്ള വ്യക്തി 18 ലക്ഷം രൂപ എന്തുകൊണ്ട് ഇങ്ങനെ അയച്ചു? അപ്പോൾ പറയുന്നത്, ആ സമയത്ത് ഐ നെവർ കുഡ് ഹാവ് എ റാഷണൽ തോട്ട്, ഒരു യുക്തിഭദ്രമായ ചിന്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എനിക്കറിയില്ല. ഐ വാസ് ജസ്റ്റ് ലൈക്ക് എ പപ്പറ്റ്, ഒരു പപ്പറ്റ് പോലെയായിരുന്നു. ആവശ്യപ്പെടുന്നു, ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു, ചെയ്യുന്നു. ആ കാര്യങ്ങൾക്കപ്പുറം എനിക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കാതെ പോകുന്നൊരവസ്ഥയിലായി എന്ന് മാറി. ഇപ്പോഴെന്തായാലും അവരിവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ വിഷയങ്ങളൊന്ന് മാറ്റിയെടുക്കുവാനും അവരുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുവാനുമാണ് ഈ മറ്റ് സംസ്ഥാനത്ത് നിന്ന് തിരിച്ചിവിടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ആ കൺസൾട്ടേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്നും വീട്ടുകാർ പറഞ്ഞ് അങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലാണ്. ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസങ്ങൾ അല്ലെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുവാൻ സഹായിക്കുന്ന മാനസിക സൈക്കോളജിക്കൽ പ്രോസസ്സ് ആണെങ്കിലും ചില അവസരങ്ങളിൽ ഇത് വല്ലാതെ നമുക്കെതിരെ തന്നെ ചൂഷണ മാർഗമായി തീരുന്നു എന്നുള്ള എക്സാമ്പിളാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മതപരമായ പല വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്ന അവസരത്തിൽ അത്തരം അന്ധവിശ്വാസമുള്ള ആൾക്കാർ ഇത്തരം മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി സന്നാഹങ്ങൾ ഒരുക്കി വളരെ നെറ്റ്വർക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഒരു ചൂഷണത്തിന് വിധേയമാവേണ്ട സാധ്യത വളരെ കൂടുതൽ. അപ്പം അനാരോഗ്യമായ വിശ്വാസങ്ങൾ മാനസികാരോഗ്യത്തെ തകർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ്, ലിവിങ് എക്സാമ്പിളാണ് ഈ ലേഡിയുടെ അനുഭവങ്ങൾ. അന്ധവിശ്വാസവും അനാരോഗ്യപരമായ വിശ്വാസങ്ങളും തീർച്ചയായും. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.